ഹലോ, വീക്കെൻഡൊക്കെ വരല്ലേ? അപ്പം നമുക്കൊരു പനീർ ബിരിയാണി ഉണ്ടാക്കിയാലോ? സോ ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒനിയൻസ്, ടൊമാറ്റോസ്, ഗ്രീൻ ചില്ലീസ്, കൊറിയാൻഡർ ലീവ്സ്, പനീർ, റൈസ്, ജിഞ്ചർ ഗാർലിക് ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ 2 കപ്സ് ഓഫ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 3 കപ്സ് ഓഫ് വാട്ടർ യൂസ് ചെയ്യണം. എൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് ഓഫ് റൈസിൽ ഞാൻ എപ്പോഴും 1.5 കപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. സോ 2 കപ്സ് ഓഫ് റൈസിൽ 3 കപ്സ് ഓഫ് വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് സോൾട്ടൊക്കെ ഇട്ട് ഇവിടെ റെഡിയാക്കി വെക്കാം. അതിനകത്ത് പിന്നെ ഗരം മസാലാസും ചേർക്കുന്നുണ്ട്. കാർഡമം, ക്ലോവ്സ്, സിനമൺ, പിന്നെ ബേ ലീവ്സ്, പിന്നെ കുറച്ച് പെപ്പർ കോൺസ് ഇട്ടിട്ടുണ്ട്. സോ നമ്മുടെ റൈസ് അവിടെ ബോയിൽ ചെയ്യാൻ വെക്കാം. ബൈ ദ മീൻ ടൈം നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ കാണുന്ന മസാലാസൊക്കെ വെച്ചാണ് ഞാൻ പനീർ മാരിനേറ്റ് ചെയ്തത്. പിന്നെ ഞാനൊരു കേർഡും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മസാലാസ് ഇടുന്ന ക്ലിപ്പ് മിസ്സായിരുന്നു. സോ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ വെച്ചിട്ട് നമുക്ക് പനീർ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആവണം. നമ്മുടെ റൈസ് അവിടെ ഇരുന്ന് ബോയിൽ ആവുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത പനീർ നമുക്ക് കോരി മാറ്റി വെച്ചിട്ട് അതേ സെയിം പാനിൽ തന്നെയായിരിക്കും നമ്മൾ ഒനിയൻസ് നല്ല രീതിയിൽ സോട്ട് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ സോട്ട് ചെയ്യണം. അത് സോട്ട് ആവുന്ന ടൈമിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഒനിയനിലേക്ക് നമുക്ക് ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്യാം. അതിൽ കൂട്ടത്തിൽ ജിഞ്ചർ ഗാർലിക്കും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ ഇത് സോട്ട് ചെയ്യണം. നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനിയാണ് ഞാൻ നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ കാണുന്ന മസാലാസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം മസാല ഇടുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ കാണുന്ന മെഷർമെൻറ്റ്സ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇതിന് വേണ്ടിയുള്ള മസാലാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഈ മസാലയൊക്കെ നല്ല രീതിയിൽ സോട്ടായതിനു ശേഷമാണ് ഞാൻ സോൾട്ട് ആഡ് ചെയ്യുന്നത്. ഞാൻ മസാലാസ് ഉണ്ടാക്കുമ്പോൾ ഏതൊരു ഡിഷിനായാലും ഞാൻ മസാലാസ് ഉണ്ടാക്കുമ്പോൾ സോൾട്ട് എപ്പോഴും ലാസ്റ്റ് ആഡ് ചെയ്യാറുള്ളൂ. ഒരിക്കലും ഞാൻ എൻ്റെ ഇടയിൽ ആഡ് ചെയ്യാറില്ല. സോ ഈ മസാലാസ് നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ നമ്മൾ സോട്ട് ചെയ്യണം. ഞാൻ എന്നിട്ടാണ് സോൾട്ട് ആഡ് ചെയ്യുന്നത്. നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കേർഡിൽ അല്പം കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് കേർഡ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ വേറെ അഡീഷണൽ വെള്ളം ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് കേർഡിൽ ഞാൻ അങ്ങനെ വെള്ളം ചേർത്ത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം. ഇനി നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ആഡ് ചെയ്യാം. സോ നമ്മുടെ മസാലാസ് ഓൾമോസ്റ്റ് റെഡിയായി. നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഉപയോഗിക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നമ്മുടെ മസാലാസ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാം. നമ്മൾ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കൊറിയാൻഡർ ലീവ്സ് കുറച്ചിടാം. ഞാനിത് എപ്പോഴും കഴിക്കുന്നത് കേർഡ് വെച്ചിട്ടാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണിത്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.